നമ്മൾ ഈ മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള വാച്യാർത്ഥം എന്ന് പറഞ്ഞാൽ മന്ത്രിക്കുന്നതാണ്, പതുക്കെ പറയുന്നത് എന്നുള്ളതാണ്. ഉം. ഈ മന്ത്രങ്ങൾ ശരിക്കും നമുക്ക് അതിൻ്റെ ചിട്ടയായ രീതിയിൽ ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാഡീവ്യൂഹത്തിനൊക്കെ ഉം. നമുക്ക് ഉത്തേജിപ്പിക്കാനും അതനുസരിച്ച് പിന്നെ പല നേട്ടങ്ങളുണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സുഷുപ്തിനെയൊക്കെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് ധ്യാനത്തിൻ്റെ കൂട്ടത്തിൽ മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഉം. നമ്മൾ ശ്വാസം നിയന്ത്രിച്ചിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ മന്ത്രങ്ങൾ ജപിക്കുകയാണെങ്കിൽ അത് നമുക്ക് നമ്മളെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കുമെന്നും അത് കാരണം പല സിദ്ധികളും ഉണ്ടാവും എന്നൊക്കെയുള്ള വിശ്വാസവും കാര്യങ്ങളുണ്ട്. ഉം. മന്ത്രങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ദേവതയുടെ പിന്നെ അക്ഷരങ്ങളുള്ള രൂപമാണ് മന്ത്രം എന്ന് പറയുന്നത്. ഉം. അതായത് നമ്മളൊരു ദേവതയെ സങ്കല്പിച്ചിട്ട് ആ ദേവതയുടെ മൂലമന്ത്രം നമ്മൾ ആ ദേവത ധ്യാന ശ്ലോകത്തിൽ വിചാരിച്ചിരിക്കുന്നത് പോലെ മനസ്സിൽ കരുതി നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ ആ ദേവതയുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകും എന്നുള്ള വിശ്വാസമാണ് ഈ മന്ത്രം പ്രയോഗിക്കുന്നതിനോട് ഉള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അതുപോലെ തന്നെ ഇതൊരു വൈബ്രേഷൻസിന്റെ അതെ. ഇതുണ്ടാവുമല്ലോ. ഇത് മന്ത്രത്തിൻ്റെ ഇതൊക്കെ ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ടോ മന്ത്രത്തിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മന്ത്രങ്ങളുടെ താളാത്മകമായ ജപം കൊണ്ട് നമ്മുടെ ടെൻഷനൊക്കെ കുറയ്ക്കാൻ പറ്റും. നമ്മൾ ഈ പുരുഷ സൂക്തം, സ്ത്രീ സൂക്തം, അതുപോലെ തന്നെ ഈ ചമകം, ശ്രീരുദ്രം ഇതൊക്കെ ഇപ്പം നമുക്ക് CD രൂപത്തിലൊക്കെ കിട്ടും. അതൊക്കെ ആയിട്ട് താളം അനുസരിച്ച് നമ്മൾ കുറച്ച് നേരം ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ടെൻഷനുള്ള മനസ്സാണെങ്കിലും നമുക്ക് ഒന്ന് ക്രമപ്പെട്ട് വരും, ടെൻഷനൊക്കെ മാറും. അങ്ങനെയുള്ള ശക്തിയൊക്കെ ഉള്ളത് തന്നെയാണ് മന്ത്രം.